മംഗളൂരുവിൽ റെയിൽവേ പോലീസിന്റെ മർദ്ദനമേറ്റ റിട്ടയർഡ് വ്യോമസേന ഉദ്യോഗസ്ഥന്റെ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നതായി പരാതി. നീലേശ്വരം സ്വദേശി PV സുരേഷിനാണ് ക്രൂരമർദ്ദനത്തിനിരയായത്. വൃക്കയ്ക്കും തകരാർ സംഭവിച്ചതായി സുരേഷിന്റെ കുടുംബം. മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി റിട്ടയർഡ് വ്യോമസേന ഉദ്യോഗസ്ഥൻ. ലാത്തികൊണ്ടുള്ള പോലീസിന്റെ ശക്തമായ അടിയിൽ നീലേശ്വരം സ്വദേശി PV സുരേഷിന് നഷ്ടപ്പെട്ടത് തന്റെ ഇടതുകാലാണ്. ഫെബ്രുവരി 1 വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ മംഗളൂരുവിലെ മിലിറ്ററി ക്യാന്റീനിലേക്ക് എത്തിയതായിരുന്നു സുരേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. തുടർന്ന് സ്റ്റേഷനിലെ ബെഞ്ചിൽ കിടന്നിരുന്നു. ഇത് ചോദ്യം ചെയ്ത റെയിൽവേ പോലീസുകാരൻ ഉറങ്ങിക്കിടന്ന സുരേഷിന്റെ കാൽപാദത്തിൽ ലാത്തികൊണ്ട് മാരകമായി അടിച്ചതായി പറയുന്നു. അബോധാവസ്ഥയിലായ സുരേഷിന് രാത്രിയോടെയാണ് ബോധം തെളിഞ്ഞത്. പിന്നീട് വിവരം അറിയിച്ചതിനെ തുടർന്ന് വീട്ടുകാർ എത്തുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. കാലിലെ പരിക്ക് മാരകമാണെന്നും ഉടൻ വിദഗ്ധ ചികിത്സ വേണമെന്നും പരിശോധിച്ച ഡോക്ടർ നിർദ്ദേശിച്ചു. മർദ്ദനത്തിൽ വൃക്കയ്ക്കും തകരാർ സംഭവിച്ചു. ഇടതുകാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. അടിയന്തര ശസ്ത്രക്രിയ നടത്തി കാൽ മുറിച്ചു മാറ്റി. ഞാൻ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ മിലിറ്ററി ക്യാന്റീനിൽ പോകാൻ വന്നിരിക്കുകയായിരുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 കുറച്ച് വിശ്രമിക്കാൻ ഇരിക്കുകയും ചെയ്തു. എൻ്റെ ഒരു റെയിൽവേ പോലീസുകാരൻ വന്ന് ഇവിടുന്ന് എഴുന്നേൽക്കാൻ ആവശ്യപ്പെടുകയും വെളിയിൽ പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാത്തത് ദേഹാസ്വാസ്ഥ്യമായിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വന്ന് പോകാൻ പറഞ്ഞു. അവിടെ നിന്ന് പറയുന്നതന്നെ അയാൾ വീണ്ടും തിരികെ പോവുകയും കുറച്ച് കഴിഞ്ഞ് വന്ന് എൻ്റെ കാലിന് മർദ്ദിക്കുകയും 2 പ്രാവശ്യം രാത്രി കൊണ്ട് എൻ്റെ കാലിന് മർദ്ദിക്കുകയും അത് ഉടനടി എനിക്ക് ബോധവേദന വീഴുകയും ഇടത്തായിരുന്നില്ല സാമീപ്യം നഷ്ടപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ പിറ്റേന്ന് രാവിലെ തന്നെ പാലമല ഹോസ്പിറ്റലിൽ എൻ്റെ മക്കൾ വായു എത്തുകയും വൃക്കയുടെ പ്രവർത്തനം നേരെയാക്കാൻ ഡയാലിസിസും വേണ്ടിവന്നു. സംഭവത്തിൽ മകൾ ഹൃദ്യ മംഗളൂരു പോലീസിൽ പരാതി നൽകി. അതേസമയം സുരേഷിനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് മംഗളൂരു റെയിൽവേ സംരക്ഷണ സേന പറയുന്നത്. CCTV ദൃശ്യങ്ങളിൽ മർദ്ദിച്ചതായി കാണുന്നില്ലെന്നും ഇയാൾ ഒരു പ്രശ്നവുമില്ലാതെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നടന്ന് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെന്നും RPF വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.